ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 4x4 PVCൻ്റെ ബോക്സാണ്. അതായത് നമ്മൾ വീടിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 4x4 PVC ബോക്സ് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല അത്യാവശ്യം ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. കാരണം നിങ്ങളതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ ബോക്സ് എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു കനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ നമുക്ക് ഉള്ളളവ് കൂടുതൽ വരുന്ന രീതിയിൽ, പുറം നമുക്ക് അത്യാവശ്യം കനം വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കണ്ട 3 പൈപ്പ് നമുക്ക് 4 സൈഡുകളിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും കയറ്റാവുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 പൈപ്പ് എന്ന് വെച്ചാൽ 25 mm 1 ഇഞ്ചിൻ്റെ പൈപ്പുകൾ 3 എണ്ണം ഈ സൈഡിൽ നിന്ന്, 3 എണ്ണം ഈ സൈഡിൽ നിന്ന്, 3 എണ്ണം ആ സൈഡിൽ നിന്ന്, 3 എണ്ണം അപ്പുറത്തെ സൈഡിൽ നിന്ന്. അതായത് ഏകദേശം 4 സൈഡിൽ നിന്ന് 12 പൈപ്പ് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം കൊള്ളിക്കാൻ സാധിക്കും. അതായത് ഇത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിൻ്റെയൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള സർക്യൂട്ടുകൾ കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജംഗ്ഷനുകളാണെങ്കിൽ ആകെ ഒറ്റ പൈപ്പ് അല്ലെങ്കിൽ മാക്സിമം 2 പൈപ്പേ നമുക്ക് ഈ പറയുന്ന 2 പൈപ്പുകളെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ പണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന LCB കാര്യങ്ങളൊക്കെ ഇപ്പോൾ LCB MCBകളുടെ എണ്ണമൊക്കെ കൂടി. അപ്പോൾ സർക്യൂട്ടുകൾ മാക്സിമം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ വയർ ഭയങ്കരമായിട്ട് ടൈറ്റായി ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും വയറൊന്ന് ചൂടായി കഴിഞ്ഞാൽ മൊത്തം കത്ത് പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ PVC പൈപ്പ് ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 സൈഡിൽ നിന്ന് നമുക്ക് 12 പൈപ്പ് വരെ കയറ്റി അതിൽ ജംഗ്ഷനുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല വയർ വലിക്കുന്ന സമയത്താണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട്, അതായത് അത്രയും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് നമുക്ക് തുളച്ചെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ 12 എന്ന് പറയുന്നത് നമുക്ക് 2 പൈപ്പ് പോലെ മാക്സിമം 2 പൈപ്പ് കൂടി കൂട്ടി കഴിഞ്ഞാൽ ഒരു 15 പൈപ്പ് വരെ നമുക്ക് ഒരു PVC പൈപ്പിൽ ഒരു ജംഗ്ഷൻ ബോക്സിൽ കൊള്ളിക്കാൻ സാധിക്കും. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയർ വലിക്കാൻ വളരെ സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ മെയിൻ്റെനൻസും വളരെ സിമ്പിളായിരിക്കും. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ജംഗ്ഷനുകളാണെങ്കിൽ ഇത്രയും പൈപ്പ് നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് അത് നമുക്ക് എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് വരുന്ന സമയത്ത് ഈ ജംഗ്ഷൻ അഴിക്കണമെങ്കിൽ അത് പ്ലാസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും. പ്ലാസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പ്ലാസ്റ്റിക് പൊട്ടിക്കണം. പ്ലാസ്റ്റിക് പൊട്ടിച്ച് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്തതിന് ശേഷം വീണ്ടും പ്ലാസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4x4 PVC നമ്മൾ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു PVCയുടെ തന്നെ 4x4 ഷീറ്റാണ് വരുന്നത്. അത് നീറ്റായിട്ട് അത് വെച്ച് കൊടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്കതിൽ എന്ത് ലൈറ്റ്സ് വേണമെങ്കിലും ലൈറ്റ്സുകളോ ഹോൾഡറുകളോ ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാനും സാധിക്കും. നമ്മുടെ വീട്ടിലെ വയറിങ്ങിൻ്റെ ഒരു പരിധി വരെ നമുക്ക് ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ചില ബൾബുകൾ ഓൾറെഡി തെളിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ടെസ്റ്റർ കുത്തി കഴിഞ്ഞാൽ ന്യൂട്രൽ സപ്ലൈ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ടെസ്റ്റർ തെളിയും. അതുമാത്രമല്ല LED ബൾബുകളായതുകൊണ്ട് ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. ഈ അവസ്ഥയ്ക്ക് എല്ലാത്തിനും ഒരു പ്രധാന കാരണം നമ്മൾ കൊണ്ടുപോകുന്ന വയറിങ്ങിൻ്റെ സിസ്റ്റമാണ്. വയറിങ് ഓവറായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടാണ് വയർ വലിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ അത് ഇൻഡക്ഷൻ വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വയറിൻ്റെ മുകളിൽ മറ്റൊരു വയർ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു, അടുത്ത വയർ ന്യൂട്രലാണെങ്കിൽ അതല്ല നമ്മളിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അടുത്ത വയറിലേക്ക് കൺവേർട്ട് ആവും. അത്ര അറ്റാച്ച്ഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം ഒഴിവാക്കുന്നതിന് ഈ PVC ബോക്സുകൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ജംഗ്ഷനുകൾ യൂസ് ചെയ്യുക. അപ്പോൾ എണ്ണം കൂടും, പൈപ്പുകളുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ സർക്യൂട്ടുകൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് പൈപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് മാക്സിമം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.